eternity. God bless the day when He gave me you. Every now and then, for a lifetime, I'll bless this day and cherish your faith in me. I'm gonna pray with you, walk with you, stay with you until the end. I'm gonna laugh with you, cry with you. ദൈവസഭകൾക്ക് ദൈവദാസന്മാർക്ക് കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്തു. ഇന്ന് പകലിലൂടെ നടക്കുന്ന ശുശ്രൂഷകൾ വളരെ അനുഗ്രഹമായി തീരുവാൻ, തുടർന്നുള്ള വിവാഹത്തിലും അവരുടെ കുടുംബ ജീവിതത്തിലുമെല്ലാം കർത്താവിന്റെ സജീവമായ സാന്നിധ്യം അവർക്ക് അനുഭവിക്കുവാനിടയാകേണ്ടതിന് കർത്താവിന് സ്തോത്രം ചെയ്യും. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വാന്തരംഗവുമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. കർത്താവ് ചെയ്ത എല്ലാ നന്മകളെയും ഓർത്ത്, ഉപകാരങ്ങളെയും ഓർത്ത്, കർത്താവിന്റെ സ്നേഹത്തെ, കരുതലിനെ ഓർത്ത് ഈ നിമിഷം നമുക്ക് ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യും. എല്ലാ കണ്ണുകളും ദൈവത്തിന് നടന്നിരിക്കട്ടെ. ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ.
യഹോവയെ സ്തുതിപ്പിൻ. യഹോവയെ ഭയപ്പെട്ട അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിൽ ഉണ്ടാകും. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചമുദിക്കുന്നു. അവൻ കൃപയും കരുണയും നീതിയും ഉള്ളവനാകുന്നു. കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും. വ്യവഹാരത്തിൽ അവൻ തൻ്റെ കാര്യം നേടും. അവനൊരു നാളും കുലുങ്ങിപ്പോകുകയില്ല. നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല. അവൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. അവൻ്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കും. അവൻ ശത്രുക്കളിൽ തൻ്റെ ആഗ്രഹം നിവർത്തിച്ച് കാണും. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവൻ്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും. അവൻ പല്ലുകടിച്ച് ഉരുകിപ്പോകും. ദുഷ്ടൻ്റെ ആശ നശിച്ചു. ഈ ഓഡിറ്റോറിയത്തിൽ കൂടി വരുവാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി നിങ്ങൾ നന്ദിയോടെ ദൈവത്തെ ആരാധിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പകലിൽ തുടർന്ന് നടക്കിടുന്ന ശുശ്രൂഷകളെ കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് തന്നെ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യണം. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം കൂടിയിരിക്കണം. കർത്താവെ, രണ്ട് കുടുംബങ്ങളിലായിരുന്ന പ്രിയപ്പെട്ടവർ ഒരുമിച്ച് ചേർന്നെടുക്കുന്ന തീരുമാനങ്ങൾ ഇന്നിവിടെ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിച്ച് അവിവാഹം നിശ്ചയം ചെയ്യുമ്പോൾ തുടർന്ന് നടക്കുന്ന വിവാഹ ശുശ്രൂഷ വരെയും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം തൻ്റെ കുഞ്ഞുങ്ങളോട് കൂടെ ഉണ്ടാകണമേ. ഇരു കുടുംബങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, സഹോദരങ്ങൾ, അനുഗ്രഹീതരായ ദൈവദാസന്മാർ, ഇന്ന് ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന അങ്ങയുടെ അഭിഷിക്തന്മാർ, പ്രധാനമായും ദൈവവചന ശുശ്രൂഷിപ്പാനായി എത്തിച്ചേർന്നിരിക്കുന്ന കർത്തൃദാസൻ, പ്രിയപ്പെട്ടവരെ എല്ലാവരെയും കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണം. കൃപയിൽ ഞങ്ങളെ മറക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ. പരിശുദ്ധ ദൈവമേ, ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ കർത്താവെ ഞങ്ങൾ കൂടി വന്ന് എതിരുള്ളത് കർത്താവാദിയും അറിയുന്നൊരു പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ കർത്താവെ, വിവാഹത്തോട് ബന്ധത്തിൽ കർത്താവാദിയമേ സ്തോത്രം. അതിനൊരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടി സർവശക്തനായ ദൈവം ഇവിടെ കൂട്ടിവരുത്തി കൃപയ്ക്കാതെ ഞങ്ങളെ സ്തുതിക്കാൻ സ്തോത്രം ചെയ്യുകയാണ്. പരിശുദ്ധ പിതാവേ, ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യമാണല്ലോ ഞങ്ങളുടെ എല്ലാ കുറവും പരിഹരിക്കുന്നത്. ആകെ കർത്താവാദ്യമേ പരിശുദ്ധാത്മാവ് ഈ ഇന്ന് പകൽക്കാല കർത്താവിന്റെ കർത്താവാദ്യമേ എടുക്കുന്ന തീരുമാനത്തിലൊക്കെയും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം, പരിശുദ്ധാത്മാവിൻ്റെ ആലോചന ആദ്യമുള്ള സമയം ഇരിക്കുമാറാകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവ് വലിയ സാന്നിധ്യം ഞങ്ങൾക്ക് അവസാനത്തോട് ആലോചിപ്പാന്തോട് ദൈവം കർത്താവ് സഹായിക്കുമാറാകണമേ. ശുശ്രൂഷിപ്പാൻ ദേവദാസന്മാർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുകയാണ്. ദൈവമേ കർത്താവേ സ്തോത്രം. ഇന്ന് പകൽക്കാലം കർത്താവേ സ്തോത്രം. ഞങ്ങളുടെ കർത്താവെ വരൻ്റെ കർത്താവാദിമേ സ്തോത്രം. മാതാപിതാക്കന്മാരെ കർത്താവെ അവിടുന്ന് എല്ലാവർക്കും സൗഖ്യത്തോടെ എത്തിച്ചേരുവാൻ സഹായിച്ച കൃപയ്ക്കായി ഞങ്ങളുടെ സ്തുതി. ഞങ്ങളുടെ പ്രിയ മോടെ കർത്താവാദിമേ മാതാപിതാക്കന്മാരുടെ നമുക്കും കർത്താവിടെ കടന്നു വരാൻ സഹായിച്ച കൃപയ്ക്കായി ഞങ്ങൾ സ്തുതിക്കുകയാണ്. തുടർന്ന് എല്ലാ ശുശ്രൂഷയും ദൈവത്തിൻ്റെ നാമത്തിന് മഹത്തിനായി തീരട്ടെ. പരിശുദ്ധ പിതാവെ തക്കസം വിവാഹവും അനുഗ്രഹവും നടക്കാനിടയാകട്ടെ. കരങ്ങളെ കേൾപ്പിക്കുന്നു, പ്രാർത്ഥനയ്ക്ക് സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ജീവൻ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്നായിട്ട് ഒന്ന് മഹത്വം അർപ്പിച്ചാൽ ഒന്നുകൂടെ ഉത്സവത്തിൽ ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളെ, ദിവസത്തെ, ഈ ഭൂമിയിൽ വലിയവനായ ദൈവം നമുക്ക് വേർതിരിച്ച് തന്നല്ലോ. നാം ഇന്ന് ഇവിടെ ആയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ പ്രിയ മക്കൾ ഫേബ, സ്റ്റർലിൻ, ദൈവവരെ അവരുടെ മാതാപിതാക്കൾക്ക് ദാനമായി കൊടുത്തു. അവരുടെ അമ്മമാരുടെ ഉദരങ്ങൾ തൊട്ട് ഇന്ന് വരെ ദൈവം അവരെ സൂക്ഷിച്ചു. അവരുടെ ശൈശവവും ബാല്യവും കൗമാരവും പ്രായങ്ങൾ കഴിഞ്ഞ് യൗവനത്തിലെത്തി. ഒരു മനുഷ്യനേഹനായി ഇരിക്കുന്ന നന്നല്ല എന്നറിഞ്ഞ് ഏതൻ പൂങ്കാവനത്തിൽ അവന് തക്കതായ തുണയെ ഒരുക്കിയ ദൈവം പ്രിയ കുഞ്ഞുങ്ങളെ കണ്ടു. അവരെ ഭാര്യ ഭർത്താക്കന്മാരായി യോജിപ്പിക്കുവാൻ ദൈവത്തിന് മനസ്സായി. അങ്ങനെ രണ്ട് ദേശങ്ങളിൽ വിവിധ സാഹചര്യങ്ങളായിരുന്ന അവരെ അന്യോന്യം കാണുവാനും മാതാപിതാക്കൾക്ക് കാണുവാനും അവർക്ക് അങ്ങനെ ബോധ്യപ്പെട്ട് ഒരു ധാരണയിലൊക്കെ എത്തുവാനും ഒക്കെ ഇടയായത്.
ഈ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന പ്രത്യേകിച്ച് സ്റ്റെർലിൻ്റെ മാതാപിതാക്കൾ, കൂടെ വന്ന ബന്ധുപത്രാദികൾ, ബഹുമാനിയ പാസ്റ്റർ, അതുപോലെ ഫേബയുടെ മാതാപിതാക്കൾ, അതുപോലെ ക്ഷണിക്കപ്പെട്ട പ്രിയപ്പെട്ടവർ, ബന്ധുപത്രാദികൾ, ചാർച്ചക്കാർ, കർത്താവിൻ്റെ ഭക്തന്മാർ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ ക്രിസ്തീയ വന്ദനവും സ്വാഗതവും അറിയിക്കുന്നു. വിശേഷിച്ച് ഇന്ന് ഇവിടെ ഈ കുഞ്ഞുങ്ങളുടെ വിവാഹ എൻഗേജ്മെൻറ്റുള്ള ബന്ധത്തിൽ തിരുവചന ശുശ്രൂഷിപ്പനായി വന്നിട്ടുള്ളത് ഞങ്ങൾ വളരെ ബഹുമാനിക്കുന്ന ഷാരോ ഫിലോസ് ചർച്ച് പ്രസ്ഥാനങ്ങളുടെ നാഷണൽ പ്രസിഡൻ്റായിരിക്കുന്ന പാസ്റ്റർ അബ്രഹാം ജോസഫ് അവരുകളാണ്. അദ്ദേഹം ക്ഷീണിതനാണെങ്കിലും പാസ്റ്റർ ബിനോയിയെയും കുടുംബത്തെയും അദ്ദേഹത്തിന് വളരെ വാത്സല്യമാണ്, കുഞ്ഞുങ്ങളെയും വളരെ വാത്സല്യമാണ്. അതിനുള്ള ബോധത്തിലാണ് ഇന്ന് ബഹുമാനപ്പെട്ട പാസ്റ്റർ ഇവിടെ ആയിരിക്കുന്നത്. പ്രിയ പാസ്റ്ററിനും ക്രിസ്തുവിൽ സ്വാഗതം അറിയിക്കുന്നു. പാസ്റ്റർ ബിനോയ്, സിസ്റ്റർ ബിന്ദു ഏറിയ വർഷങ്ങൾക്ക് മുമ്പ് ഈ കോതമംഗലം പ്രദേശത്തു നിന്ന് കർത്താവിൻ്റെ വചനവുമായി കർത്താവിൻ്റെ മുന്തിരിത്തോപ്പിൽ അധ്വാനിപ്പാൻ ഉത്തരഭാരതത്തിൻ്റെ ഇടങ്ങളിലേക്ക് കേരളം വിട്ട് കടന്നുപോയി. വളരെ ചെറിയ പ്രായത്തിലാണ് അദ്ദേഹം കടന്നുപോയത്. എനിക്ക് അദ്ദേഹത്തെ ഏറിയ വർഷങ്ങൾ പരിചയമുണ്ട്. എനിക്ക് തോന്നുന്നു 10-28 വർഷത്തെ പരിചയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സ്തോത്രം. ആമേൻ. ആ കുഞ്ഞുങ്ങളൊക്കെ ചെറിയ പ്രായം തൊട്ടൊക്കെ ഞങ്ങൾക്കറിയാം. അദ്ദേഹത്തിന് 4 പ്രിയ പാസ്റ്റർ ബിനോയ്, സിസ്റ്റർ ബിന്ദു, അവരുടെ കുടുംബജീവിതത്തിൽ ദൈവം 4 മക്കളെ കൊടുത്തു. 2 പെൺമക്കൾ, 2 ആൺമക്കൾ. ഈ മൂത്ത മകളാണ് ഫേബ. അനുഗ്രഹീതയായ നല്ലൊരു പെൺകുഞ്ഞാണ് അവർ. അവിടെ അമ്മയപ്പന്മാരുടെ ഹൃദയം അറിഞ്ഞ്, അവരുടെ ആവലറിഞ്ഞ്, വളരെ ദൈവകൃപയിൽ ക്രിസ്തീയ ആഭിജാത്യത്തിൽ പത്യോപദേശത്തിൻ്റെ ആധികാരികതയിൽ തീർത്തും വളർന്നു വന്ന നല്ലൊരു മോള്. അവിടെ ഈ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കുവാനും എനിക്കും കർത്താവ് ഞാൻ കുടുംബമായിട്ടുണ്ട്. കർത്താവ് ഭാഗ്യമൊരുക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മോള് വിവാഹപ്രായത്തിലേക്ക് എത്തുന്ന ആ സമയം തൊട്ട് പ്രിയ പാസ്റ്റർ ബിനോയ്, ഞാൻ, എൻ്റെ അനിയൻ, ഞങ്ങളൊക്കെ വലിയ സ്നേഹബന്ധുവാണ്. പാസ്റ്റർ മോക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, തക്കതായ തുണ വേണം എന്നൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും കർത്താവിന് സമയമായപ്പോൾ പ്രിയ സ്റ്റെർലിനെ കോതമംഗലത്തുനിന്ന് വളരെ വ്യത്യസ്തമായി ഒറ്റക്കൽ ദേശത്തുനിന്ന് കണ്ടെടുത്തു. ഇന്ന് അവരുടെ ധാരണ ഉറപ്പിക്കുന്ന ദിവസമാണല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷകൾ വളരെ ഭംഗിയാകട്ടെ. കർത്താവിൻ്റെ തിരുവരവ് താമസിക്കുന്നുവെങ്കിൽ അവരുടെ വിവാഹ ശുശ്രൂഷയും വളരെ നന്നായി നടന്ന് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം അവർ കൊടുക്കട്ടെ എന്ന് ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ മുഖവരകൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മയൊക്കെ വിളിച്ചു വരുത്തിയതിൻ്റെ ഉദ്ദേശം പാസ്റ്റർ ബിനോയ് പറഞ്ഞേ മതിയാകും. അതൊരു നാട്ടുനടപ്പാണ്. സ്വന്തമായതുകൊണ്ട് ആ പ്രിയപ്പെട്ടവരെ ക്ഷണിക്കുന്നു. എന്തിനാണ് ഞങ്ങളെയൊക്കെ ഈ വേദിയിൽ ഇങ്ങനെ വിളിച്ച് ക്ഷണിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് പരസ്യമായി പറയേണ്ടതായിട്ടുണ്ട്. കർത്താവിദാസൻ പറഞ്ഞതുപോലെ എൻ്റെ മകൾ ഫേബമോളും കൊല്ലം ജില്ലയിൽ പുനലൂർ താലൂക്കിൽ ഒറ്റക്കല്ലിൽ ബദേൽ ഭവനത്തിൽ മിസ്റ്റർ ജോർജ് ഷോമേലിൻ്റെയും സിസ്റ്റർ മിനി ഷോമേലിൻ്റെയും 2ാമത്തെ മകൻ സ്റ്റെർലിനുമായുള്ള വിവാഹ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. ഇതിനു മുമ്പ് അവർ തമ്മിൽ കാണുകയും ഞങ്ങൾ കുടുംബക്കാർ തമ്മിൽ കാണുകയും പരസ്പരം ഒരു ധാരണയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. ആ ധാരണ ഇന്ന് ഇവിടെ വെച്ച് ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് നിങ്ങളേവരെയും കൂടി വരുത്തിയിരിക്കുന്ന കാര്യം പൊതുസഭയെ അറിയിച്ചു. താങ്ക് യു പാസ്റ്റർ. പാസ്റ്റർ ബിനോയ് നമ്മെ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നതിൻ്റെ കാര്യകാരണങ്ങൾ വളരെ വ്യക്തമായി പറയുവാനിടയായി. ഇരു കുടുംബങ്ങൾ തമ്മിൽ ഈ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിൽ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് അറിയിച്ചത്. ആ ധാരണ സ്റ്റെർലിൻ്റെ പിതാവോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരോ ഒന്ന് പറയേണ്ടതായിട്ടുണ്ട്. ധാരണ എന്ന് പറഞ്ഞാൽ എന്നാണ് വിവാഹം, ഏത് സ്ഥലത്ത് വെച്ചാണ്, എവിടെ വെച്ചാണ്, ഏത് സഭയുടെ ചുമതലയിലാണ്, ആ ഡേറ്റ് കാര്യകാരണ സഹിതം ഒന്ന് പറയേണ്ടതായിട്ടുണ്ട്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവഹിതമായ ഞങ്ങളുടെ മകൻ സ്റ്റെർലിൻ ജോർജ് സാമുവേലും ഫേബ ബിനോയും തമ്മിലുള്ള വിശുദ്ധ വിവാഹം 29/4/2024 തിങ്കളാഴ്ച പകൽ 10:30 പുനലൂർ ഇളമ്പലിനടുത്തുള്ള സിംഫണി കൺവെൻഷൻ സെൻ്ററിൽ വെച്ച് ഒറ്റക്കൽ ചർച്ച് ബോർഡ് സഭയുടെ ചുമതലയിൽ വിവാഹം നടത്തി
വരൻ്റെ ഗൃഹപ്രവേശനം നടത്തുവാൻ ഒരു ധാരണയിൽ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ധാരണ ഇവിടെ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ തിരുവരവ് താമസിക്കുന്നുവെങ്കിൽ 2024 ആണ്ട് ഏപ്രിൽ മാസം 29 തിങ്കളാഴ്ച രാവിലെ 10:30 മണിക്ക് ഒറ്റക്കൽ ചർച്ച് ഓഫ് ഗോഡ് സഭയുടെ ചുമതലയിൽ പുനലൂർ സിംഫണി ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവാഹം നടത്തുവാനായിട്ടാണ് അവർ ധാരണ എത്തിയിട്ടുള്ളത്. അത് എല്ലാവർക്കും സമ്മതമാണല്ലോ അല്ലേ? ഓക്കെ, എങ്കിൽ നമുക്ക് അതൊന്ന് കരമടിച്ച് പാസ്സാക്കാം. ഓക്കെ, താങ്ക് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കത്ത് തയ്യാറാക്കി പരസ്യമായി വായിക്കുന്നതായിരിക്കും. അതിനുശേഷം ഈ കത്തിനകത്ത് ഒപ്പിടുന്നതായിരിക്കും. അതിനു മുമ്പായിട്ട് നിയുക്ത വധൂവരന്മാർ ഫേബ, സ്റ്റെർലിൻ ഇവരെ ഒന്ന് കാണേണ്ടതായിട്ടുണ്ടല്ലോ. മോനൊന്ന് എഴുന്നേറ്റ് നിന്നാണ്. സ്റ്റെർലിൻ, ഫേബയോടൊന്ന് എഴുന്നേറ്റ് നിന്നാണ്. ഈ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയമാണ് ഇവിടെ നടക്കുന്നതിൻ്റെ. അതിൻ്റെ ധാരണ പറഞ്ഞു. ഇച്ചിരി കഴിയുമ്പോൾ അവരും വേണ്ടപ്പെട്ടവരും ഈ രേഖയ്ക്കകത്ത് ഒപ്പിടുന്നതായിരിക്കും. ഈ മക്കള് ഒന്ന് സ്റ്റേജിലേക്ക് വന്നാട്ടെ. എല്ലാവരും ഒന്ന് കാണട്ടെ. ഇങ്ങനെ കാണില്ല. നിങ്ങളിങ്ങനെ വന്നാട്ടെ. അവരുടെ മാതാപിതാക്കളോട് ചേർന്ന് വന്നാൽ നന്നായിരിക്കും. God is good all the time. He put a song of praise in this heart of mine. Well, God is good all the time. Through the darkest night, His light will shine. Well, God is good. തെലങ്കാന സ്റ്റേറ്റിൽ God is മിഡച്ചൽ good. മൽക്കാജിഗിരി ജില്ലയിൽ കുത്ബുലാപൂർ താലൂക്കിൽ GD ബെള്ള വില്ലേജിൽ ഗോദാവരി ഹോംസിൽ പള്ളിപ്പാട്ട് ഫ്ലാറ്റ് നമ്പർ 202 വീട്ടിൽ പാസ്റ്റർ ബിനോയ് PVയുടെയും ശ്രീമതി ബിന്ദു ബിനോയിയുടെയും മകളും സെക്കന്ദരാബാദ് ശാലോപ്രഭു ചർച്ച് സഭാംഗമായ ഫേബ ബിനോയിയും കൊല്ലം ജില്ലയിൽ പുനലൂർ താലൂക്കിൽ തെൽമല വില്ലേജിൽ ബദേൽ ഹൗസിൽ ശ്രീമാൻ ജോർജ് സാമുവലിൻ്റെയും ശ്രീമതി മിനി സാമുവലിൻ്റെയും മകനും ഒറ്റക്കൽ ചർച്ച് ഓഫ് ഗോഡ് സഭാംഗമായ സ്റ്റെർലിൻ ജോർജ് സാമുവൽ തമ്മിലുള്ള വിശുദ്ധ വിവാഹം 2024 ആണ്ട് ഏപ്രിൽ മാസം 29 തിങ്കളാഴ്ച രാവിലെ 10:30 മണിക്ക് ഒറ്റക്കൽ ചർച്ച് ഓഫ് ഗോഡ് സഭയുടെ ചുമതലയിൽ പുനലൂർ സിംഫണി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി. വരൻ്റെ വീട്ടിൽ ഗൃഹപ്രവേശനം നടത്തുവാൻ ഇന്നേ ദിവസം വേണ്ടപ്പെട്ടവർ കൂടി ആലോചിച്ച് വിവാഹ നിശ്ചയം നടത്തിയിരിക്കുന്നു. വരൻ ഇതിനകത്ത് ഒപ്പിടണം, നിയുക്ത വരൻ ഒപ്പിടണം, നിയുക്ത വധു ഒപ്പിടണം. അപ്പോൾ തന്നെ നിയുക്ത വരൻ്റെ പിതാവും നിയുക്ത വധുവിൻ്റെ പിതാവും ഒപ്പിടണം. അതുപോലെ വരൻ്റെ സഭാ ശുശ്രൂഷകൻ വധുവിൻ്റെ സഭാ ശുശ്രൂഷ ഒപ്പിടണം. അതുപോലെ സഭാപ്രതിനിധികൾ 2 ഭാഗത്തു നിന്നും ഓരോ സഭാപ്രതിനിധികൾ കൂടെ ഈ രേഖയ്ക്കകത്ത് ഒപ്പിടണം. ഈ രേഖയ്ക്കകത്ത് നിയുക്ത വധുവരന്മാർ ഒപ്പിട്ടിട്ട് അവർക്ക് അവിടെ ഇരിക്കാവുന്നതാണ്. അതിനുശേഷമായി അവരുടെ പിതാവും 2 പേരുടെയും പിതാവും ഈ രേഖയ്ക്കകത്ത് ഒപ്പിടണം. ദേവദാസന്മാർ ഒപ്പിട്ടാട്ട്, സഭാപ്രതിനിധികൾ ഒപ്പിട്ടാട്ട് മക്കൾ വന്നാട്ട്. All the time. There we go. God is good all the time. Put a song of praise in this heart of mine. God is good all the time. Through that darkest night, His light will shine. God is good. God is good all the time. Yes, He is. If you're walking through that valley and there are shadows all around, do not fear. He will guide you. He will keep you safe and sound. He has promised to never leave you or forsake you.
നിശ്ചയം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. എങ്കിലും അനന്തര ചില ശുശ്രൂഷകൾ കൂടുണ്ട്. ദൈവ വചനം നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്. അതിനു മുമ്പ് തീരുമാനിക്കപ്പെട്ടിരിക്കുന്ന ആ സമയത്ത്, ആ ഡേറ്റിൽ ഈ മക്കളുടെ വിവാഹം നടക്കണം. അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കാൻ പോകുക. അതിനുശേഷം ദൈവവചനം നമുക്ക് കേൾക്കാം. നമുക്ക് ഒരു നിമിഷം ഈ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഫേബയ്ക്ക് വേണ്ടി, സ്റ്റെർലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ വിവാഹം കർത്താവിൻ്റെ തിരുവരവ് താമസിക്കുന്നുവെങ്കിൽ ഈ മാസം തന്നെ 29 നടക്കാൻ പോവുകയാണ്. ഒറ്റക്കല്ല് ചർച്ച ബോർഡ് സഭയുടെ ആഭിമുഖ്യത്തിലാണ് നടക്കുന്നത്. ഇവിടുന്ന് ഫേബയുമായി അവരുടെ മാതാപിതാക്കളും വേണ്ടപ്പെട്ടവരും ഒറ്റക്കല്ലിലേക്ക് യാത്ര ചെയ്ത് പോകണം. സ്റ്റെർലിൻ അവരുടെ മാതാപിതാക്കളും പ്രിയപ്പെട്ടവരും അവിടെ ഒരുമിച്ച് കൂടേണ്ടതായിട്ടുണ്ട്. ഈ കുടുംബങ്ങളിൽ ഇതിനിടയ്ക്ക് യാതൊരുവിധമായ പ്രതിസന്ധികളും ഉണ്ടാകരുത്. ഒരാപത്തോ കുടുംബാംഗങ്ങളിൽ നിന്നും ഒരു മരണമോ രോഗങ്ങളോ മറ്റ് യാതൊരുവിധമായ പ്രയാസങ്ങളും കൂടാതെ വളരെ നന്നായി ഈ കുടുംബങ്ങളെ, പ്രിയപ്പെട്ടവരെ ദൈവം സൂക്ഷിച്ച് ഈ മക്കളുടെ വിശുദ്ധ വിവാഹം വളരെ ഭംഗിയായി സ്വർഗ്ഗത്തിലെ കർത്താവ് ഇറങ്ങിച്ചെന്ന് നടത്തി കൊടുക്കുവാനായി നമുക്ക് ആത്മാർത്ഥമായ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാൽ ഒരു നിമിഷം ഈ മക്കളെ എല്ലാവരും ഒന്ന് ഏൽപ്പിച്ച ദൈവസന്നിധിയിൽ നമുക്കൊരു വാക്കുകൊണ്ട് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ മക്കളെ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരായി വളർത്തിയെടുക്കുവാൻ അവർക്ക് കർത്താവ് കൃപ കൊടുത്തല്ലോ. മാന്യമായ വിദ്യാഭ്യാസം ഈ മക്കൾക്ക് ദൈവം കൊടുത്തല്ലോ. ദൈവരെ ഇത്രത്തോളം അനുഗ്രഹിച്ചല്ലോ. അവരുടെ വിവാഹം വളരെ ഭംഗിയായ ആ ദിവസത്തിൽ നടക്കട്ടെ. കുടുംബങ്ങളിൽ ഒരു ഭാരവും ആദിനങ്ങളും ഉണ്ടാകരുത്. അവരുടെ മാതാപിതാക്കന്മാരെ ദൈവം അനുഗ്രഹിക്കണം. അവർക്ക് വേണ്ടുന്ന ബുദ്ധി ദൈവം കൊടുക്കണം. അതിൻ്റെ സകല സാധ്യതകൾ ദൈവം ഒരുക്കണം. ഒരു സ്ട്രൈക്കോ മറ്റ് യാതൊരു പ്രശ്നങ്ങളും ആ ദിവസം ഉണ്ടാകുവാൻ ദൈവം അനുവദിക്കരുത്. എല്ലാറ്റിനായി നമുക്ക് ഈ കുടുംബങ്ങൾക്കായി, ഈ മക്കൾക്കായി, ഈ മാതാപിതാക്കൾക്കായി ഒന്ന് ചേർന്ന് സ്വാതന്ത്ര്യം ചെയ്യുക. എല്ലാവരും ചേർന്ന് സ്വാതന്ത്ര്യം ചെയ്യുക. നിയുക്ത വരന്റെ ബഹുമാന്യ പാസ് ഇപ്പോൾ പരസ്യമായി പ്രാർത്ഥിക്കും. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാ തലകളും അടക്കിക്കാട്ടെ. പരിശുദ്ധമായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, എത്രത്തോളം യഹോവ ഞങ്ങളെ സഹായിച്ചു, എത്രത്തോളം ദൈവം നടത്തി, അതല്ലാതെ ഞങ്ങൾക്കൊന്നും പറയാനില്ല. മക്കൾ ദൈവത്തിൻ്റെ ദാനം, ഉദരഫല ഞങ്ങളുടെ അവകാശം. തക്ക സമയമായപ്പോൾ ദൈവ നിശ്ചയപ്രകാരം, നിർണയപ്രകാരം ഈ വിവാഹത്തിൻ്റെ എൻഗേജ്മെൻറ്റ് ഇവിടെ പൂർത്തീകരിപ്പാൻ ദൈവം സാവകാശം നൽകി. വാത്സല്യ കർത്താവിൻ്റെ വിലപ്പെട്ട വിശുദ്ധൻ ബിനോയ് പാഷക്കായി പ്രാർത്ഥിക്കുന്നു. ദാസന കർത്താവിൻ്റെ വേറെ നിമിത്തം ദൗത്യത്തിന് വിധികളിൽ കർത്താവിൽ നിന്ന വിശുദ്ധന്റെ തലമുറയെ ഏത് നിലയിൽ കൂടെ മാനിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ മുൻനിർണയമായിരുന്നത് കൊണ്ട് തക്ക സമയത്ത് പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നിന്ന് കടന്നു വന്ന ആലോചനയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പൈതൽ ജനിച്ചപ്പോൾ തന്നെ കർത്താവേ, അവൾക്ക് മനോഹരമായ അർത്ഥവത്തായ ഒരു പേരിടുവാൻ തക്കതുപോലെ ദൈവങ്ങളെ ഒരുക്കിയതിനാൽ പിതാവിനും മാതാവിനുമായിട്ട് നന്ദി പറയുന്നു. ഹല്ലേലൂയ. സഭയുടെ ശുശ്രൂഷക്കാരത്തെയായി ദൈവസഭയുടെ ശുശ്രൂഷക്കാരത്തിയായ ഫേബയെന്ന റോമാലേഖനം 16-ാം അധ്യായം 1-ാമത്തെ വാക്യ തലവാചകം ആരംഭിക്കുന്നത് പോലെ ഇവർ കർത്താവിന്റെ ശുശ്രൂഷക്കാരത്തി എന്നുള്ള അഭിമാനത്തോടെ നിൽക്കുവാൻ ദൈവകൃപ പ്രത്യേകം പകൽ ദിവസങ്ങളാക്കി ദൈവം തീർക്കണമെന്ന് ഞങ്ങൾ തിരുവരിയോട് പ്രാർത്ഥിക്കുന്നു. പ്രിയമകൾ സ്റ്റെറിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവനെ അനുഗ്രഹിച്ച് ആസ്വദിക്കണമേ. തന്റെ മാതാപിതാക്കന്മാരുടെ കണ്ണുനീരും പ്രാർത്ഥനയും ദൈവം അവൻ ചെവിക്കൊണ്ട് അംഗീകരിച്ച് ഈ നിലയിലേക്ക് കർത്താവ് മാതാപിതാക്കന്മാരെ തമ്മിൽ അത് സംസാരിച്ച് പരസ്പരം കണ്ട് സംസാരിച്ച് ഉറപ്പാക്കിയ ഈ തീരുമാനത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ദൈവമക്കളോട് ചേർന്ന്, ദൈവദാസന്മാരോട് ചേർന്ന്, ബന്ധുക്കൾ ചാർച്ചക്കാരുമായിട്ട് ചേർന്ന് ഈ വിവാഹ പരസ്യമായി കർത്താവേ
നിശ്ചയിച്ചതായി വിളംബരം ചെയ്തിരിക്കുമ്പോൾ നടക്കേണ്ട വിവാഹ ദിനത്തെ ഞങ്ങൾ തൃക്കരങ്ങളിലേക്ക് കൈയുമായി പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്മിൽ യോജിപ്പിക്കണമേ, ദൈവം ആശീർവദിക്കണമേ, ദൈവ സാന്നിധ്യം പകരണമേ, ഒരു അത്ഭുത വിഷയമാക്കി ദൈവം തീർക്കണമേ. ഈ കുടുംബം സുവിശേഷ വേലയ്ക്ക് ചുമൽക്കൊടുക്കുക ഉടമന അഭിഷേക ശക്തിയാൽ ദൈവം ഉറക്കുമാറാകണം എന്ന് അങ്ങയോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ദിവസം യാത്ര ചെയ്യുന്ന ഇടങ്ങളിൽ വിവാഹ ദിവസം വിശേഷമായ ദൈവം പകരുമ്പോൾ തന്നെ കർത്താവിന്റെ സാന്നിധ്യത്താൽ അവരെ ശുദ്ധീകരിച്ച് ഒരുക്കിയെടുത്ത് ഒരു മണവാട്ടിക്ക് യോഗ്യതയുടെ മണവാടിയായി, ഒരു യോഗ്യതയുടെ മണവാളായി തരുവാൻ അവരെ സഹായിക്കുമാറാകണം ഞങ്ങൾ അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. ഇരു സഭകൾക്കായി, ദൈവദാസന്മാർക്കായി, ദൈവമക്കൾക്കായി, ബന്ധുക്കൾ ചാച്ചക്കാർക്കായി, സാക്ഷ്യങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ. പിന്നെ കർത്താവ് സംസാരിക്കും, ഇടപെടും, മുഖങ്ങളെ മറയ്ക്കും. ശക്തമായി ഉപയോഗിച്ചാട്ട് ഈ അധ്യക്ഷനായി സ്വതം അവൻ പാട്ടുകൾക്കായി എല്ലാ കവികൾക്കായി നന്ദി പറയുന്നു. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. 29-ാം തീയതി ഈ മക്കളുടെ വിശുദ്ധ വിവാഹം വളരെ ഭംഗിയായി കർത്താവ് നടത്തി കൊടുക്കാൻ പോകുന്ന ഓർത്ത ദൈവത്തിന് ഒന്ന് മഹത്വം അർപ്പിച്ച് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. തുടർന്ന് ദൈവ വചന കേൾവിക്കുള്ള സമയമാണ്. ആമേൻ. ശാലോം ചർച്ചിൻ്റെ നാഷണൽ പ്രസിഡന്റ് ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ പാസ്റ്റർ എബ്രഹാം ജോസഫ് അവറുകൾ നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവിൻ്റെ വചനം പാസ്റ്റർ പ്രസംഗിക്കും. വളരെ പ്രാർത്ഥനയോടെ ഇരിക്കും. കർത്താവ് നമ്മെ സഹായിക്കും. ഈ അനുഗ്രഹിക്കപ്പെട്ട ആശീർവാദത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ വാത്സല്യ മക്കള് പ്രിയപ്പെട്ട സ്റ്റാർലിൻ ഫേബ ഇവരുടെ വിശുദ്ധ വിവാഹ നിശ്ചയത്തിലാണ് നാം എന്നെ സംബന്ധിക്കുന്നത്. നാം ആ സമയം മുതൽ കാര്യപരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഈ മീറ്റിംഗിൽ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർ ശാലോം ചർച്ചിൻ്റെ ഒരു ബാർബർ സെൻ്ററിൻ്റെ ചുമതല വഹിക്കുന്ന ദേവദാസൻ പാസ്റ്റർ തോമസ് അവറുകൾ, അതുപോലെ തന്നെ വരവിൻ്റെ കൂടെ വന്നിട്ടുള്ള കർത്താവിൻ്റെ ഒരു ദാസൻ സാജു മാത്യു അവറുകൾ, മറ്റ് ദേവദാസന്മാരും കൂടിയുണ്ട്, ഗായക സംഘമുണ്ട്, മാതാപിതാക്കന്മാർ, സഹോദരന്മാരെല്ലാവരും കൂടിയുണ്ട്. എല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മെല്ലാവരെയും കർത്താവ് തലമുറ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ വർഷങ്ങളായി പ്രിയപ്പെട്ട ബിനോയ് പാസ്റ്റർ ഹൈദരാബാദിൽ കർത്താവിൻ്റെ പേര് ചെയ്തുകൊണ്ടിരിക്കുന്നു. ശാലോം ചർച്ചിനുള്ള ബന്ധത്തിൽ തെലങ്കാന സംസ്ഥാനത്തുള്ള ബന്ധത്തിൽ നമ്മുടെ സെൻറ്ററിൻ്റെ ചുമതല വഹിച്ച് അനേക സഭകൾ സ്ഥാപിക്കുവാനും അനേക വേലക്കാരുമായിട്ട് ദൈവത്തിന്മാരുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിപ്പാനുള്ള അവസരത്തിലേക്ക് ലഭിക്കുന്നു. തൻ്റെ കുടുംബത്തെ സ്തോത്രം ചെയ്യുന്നു. ഒരു പാസ്റ്റർ നിലയിൽ, സുവിശേഷ നിലയിൽ വളരെ അഭിമാനമായിരിക്കുന്ന ശുശ്രൂഷയാണ് താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശാലോം ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏകദേശം 1000-ഓളം ചർച്ചസ് ഉണ്ട്. ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിലായിട്ട് 1000-ൽ കൂടുതൽ സഭകളുണ്ട്. പല ഭാഷക്കാരുടെ ഇടയിലുള്ള സഭകളുണ്ട്. അതിൽ തെലങ്കാന ദേശത്തുള്ളതായ പ്രവർത്തനങ്ങൾ അതിന് നേതൃത്വം കൊടുക്കുവാനായിട്ട് കർത്താവിൻ്റെ ദാസൻ കുടുംബത്തിന് കൊടുത്ത ഭാഗ്യത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ മക്കളെ ദൈവകൃപയിൽ വളർത്തുവാനായിട്ട് കർത്താവ് കൃപ ചെയ്തു. മോളുടെ വിവാഹത്തിലുള്ള ബന്ധത്തിൽ ഒരു കുടുംബമായിട്ടും സഭയായിട്ടും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായിട്ടിന്ന് പ്രിയപ്പെട്ട മകനുമായിട്ടുള്ള വിവാഹ നിശ്ചയം നടത്തുവാനായിട്ട് കർത്താവ് കൃപയിലോ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഈ അടുത്ത ദിവസം ഞാനൊരു പ്രഭാഷണം കേട്ടപ്പോൾ അതിൽ ഒരു സമുദായത്തിൻ്റെ പ്രധാനമായ ഒരാൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഒരു ക്രിസ്ത്യൻ സഭയുടെ സമുദായത്തിൽ 1.25 ലക്ഷം ചെറുപ്പക്കാർ കല്യാണം കഴിക്കാതെ നിൽക്കുന്നതാണ്. ഇപ്പോൾ വിവാഹത്തെ സംബന്ധിച്ചിടത്തോളം കാര്യമാക്കാതെ
മൃഗങ്ങൾ ഇണചേരുന്ന പോലെ ചേർന്ന് ജീവിച്ചാൽ മതി എന്നുള്ള ചിന്താഗതി ലോകവ്യാപകമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് അനേകം കുഞ്ഞുങ്ങൾക്ക് അവരുടെ പിതാവ് ആരാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിച്ചാൽ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം വന്നെത്തിയിരിക്കുന്നത്. വളരെ വർഷത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ദൈവം സ്ഥാപിച്ച സ്ഥാപനം അത് താഴ്ത്താനായിട്ട് പിശാച് എല്ലാ വിധത്തിലും പ്രവർത്തിക്കുമ്പോൾ ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കുന്നതായ നമ്മൾക്ക് ഇങ്ങനെ ഒരു നല്ല സന്ദർഭം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ വാത്സല്യ കുഞ്ഞുങ്ങളെ ദൈവഭയത്തിൽ വളർത്തുവാനും ഒരു വിശുദ്ധ കുടുംബത്തിലേക്ക് പ്രവേശിക്കുവാനുള്ളതായ ഒരു ഭാഗ്യം കർത്താവ് നമുക്ക് തരുന്നുണ്ടല്ലോ. ഈ കാലഘട്ടം വളരെ മോശകരമായ കാലഘട്ടമാണ്. മനുഷ്യൻ എങ്ങനെയായിരിക്കും അന്നല്ല ഞാൻ ഇവനെ തക്കതായ തുണി ഉണ്ടാക്കി കൊടുക്കുമെന്ന് യഹോവയായ ദൈവം പറയുമ്പോൾ തന്നെ പെട്ടെന്ന് ആദാമിനെ ഓർക്കുകയും അല്ലെങ്കിൽ കാലത്തിൽ വരുത്തി ഒരു വാരിയിലെടുത്ത് ഇറച്ചിയെടുത്ത് മാംസമെടുത്ത് ഒരു സ്ത്രീ ഉണ്ടാക്കി കൊടുക്കുകയല്ല ചെയ്തത്. അവിടെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ദൈവം സൃഷ്ടിച്ച ചരാചരങ്ങളെയൊക്കെ അവൻ്റെ മുമ്പിൽ കൂടെ വരുത്തിയെന്നാണ്. അവൻ്റെ മുമ്പിൽ വരുത്തിയതായ ചരാചരങ്ങൾക്ക് മനുഷ്യ പേര് ഇട്ട് വിട്ടുവെന്നാണ് കാണാൻ കഴിയുന്നത്. എന്നിട്ട് അവിടെ ഒരു വാചകം എഴുതി വെച്ചിട്ടുണ്ട്, മനുഷ്യന് തക്കതായ തുണ കണ്ടെത്തിയില്ല. മനുഷ്യന് അവസരം കൊടുത്തു ദൈവം. ഈ സൃഷ്ടിജാലങ്ങളിൽ നിന്ന് നിനക്ക് ഇഷ്ടമുള്ളതിനെ തിരഞ്ഞെടുക്കാം. നീ ഏകനായിരിക്കാൻ പാടില്ല, നന്നല്ല. തിരഞ്ഞെടുക്കാനുള്ള അവസരം കൊടുത്തിട്ട് മനുഷ്യനെ നോക്കിയപ്പോൾ തിരഞ്ഞെടുക്കാൻ പറ്റുമെന്നും തൻ്റെ കൂടെ നിർത്താൻ പറ്റുമെന്നും കണ്ടില്ല. അതിനുശേഷമാണ് ദൈവമായ കർത്താവ് മനുഷ്യനെ തക്കതായ തുണയ്ക്ക് വേണ്ടി അവനെ ഗാഢനിദ്ര വരുത്തുകയും അവൻ്റെ വാരിയിലെടുത്ത ശേഷമായിട്ട് മാംസം ഉപയോഗിച്ച് ഒരു സ്ത്രീയെ ഉണ്ടാക്കി അവൻ്റെ മുമ്പിൽ നിർത്തി അവനെ ആ ഗാഢനിദ്രയിൽ നിന്ന് എഴുന്നേറ്റ് വന്നപ്പോൾ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന സ്ത്രീയെ കണ്ടപ്പോൾ ഇത് നല്ല നിർദ്ദിക്കാൻ അവർക്ക് നാരി എന്ന് പേരാകുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സ്വീകരിക്കുകയും ചെയ്തതെന്ന് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ വിവാഹത്തെ സംബന്ധിച്ചിടത്തോളം വിവാഹം ദൈവം സ്ഥാപിച്ചതാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരീക്ഷന്മാർ പരീക്ഷിച്ച് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അത് മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിന് 3 മുതലുള്ള വാക്യങ്ങളാണ്. ഭാര്യയെ ഉപേക്ഷിക്കുന്ന വീരമാണോ എന്ന് കർത്താവായ യേശു ക്രിസ്തു ചോദിക്കുമ്പോൾ യേശു ക്രിസ്തു പറയുന്ന മറുപടി, സൃഷ്ടിക്കുന്നവരെ ആദ്യം ആണ് പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും മനുഷ്യൻ അപ്പനെ അമ്മയും വിട്ട് ഭാര്യയോട് പരിചയിച്ചും ഇരുവരും ഒരു ദേഹമായിരുന്നു നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആയതുകൊണ്ട് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കാൻ പാടില്ല എന്ന് യേശു പഠിപ്പിച്ചു. അത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതായ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തു മനുഷ്യാവതാരം എടുത്ത് ഭൂമിയിൽ സഞ്ചരിച്ച് ദൈവരാജ്യത്തിൽ സുവിശേഷം അറിയിക്കുമ്പോൾ ആ യേശു കർത്താവിനോട് ചോദിച്ച ചോദ്യമാണ്, അനന്ത പരീക്ഷന്മാർ ഭാര്യ ഉപേക്ഷിക്കുന്ന വിധമാണെന്ന് ചോദിച്ചപ്പോൾ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കാൻ പാടില്ല എന്ന് യേശുவோട് വ്യക്തമായിട്ട് ഓർപ്പിച്ചു. അപ്പോൾ വിവാഹത്തിൽ ഒരു സ്ത്രീയെ പുരുഷനെ യോജിപ്പിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ദൈവികമായ ഈ പെന്തക്കോസ്തുകാർ എപ്പോഴും ദൈവികമായ എന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണമുണ്ട്. ദൈവികമായ 29-ാം തീയതിയാണ് വിവാഹം നടത്തുവാനായിട്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് അല്ലേ? ഞാൻ പറഞ്ഞ ശരിയല്ലേ? ശരിയാണ്. നമ്മൾ ആര് പറഞ്ഞാലും ആരും മുറിക്കാല. ഞാനിവിടെ നിന്ന് പ്രിയപ്പെട്ട സ്റ്റെലിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വന്നവനെ മോനോട് വന്ന് ഇന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. മോനെ ഈ ബോണ്ട് എടുക്കൽ വന്നിരുന്നപ്പോഴത്തേന് കുറച്ചുകൂടി തേജസ് ഉണ്ടായിട്ടുണ്ട്, കുറച്ചുകൂടി സന്തോഷം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് വേണ്ടത്. അതുകൊണ്ട് രണ്ടുപേരും ഇപ്പോൾ കണ്ടാൽ ആങ്ങളെ പെങ്ങൾ പോലെ തന്നെ ഇരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു സന്തോഷമില്ലാത്തത്. നമ്മുടെ വീട്ടിലേക്ക് ഇല്ലല്ലോ എന്ന് ഓർത്തപ്പോൾ ഒരു സന്തോഷക്കുറവുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും സന്തോഷിക്കണം കേട്ടോ, എല്ലാവരും സന്തോഷിക്കണം. നിങ്ങളുടെ സന്തോഷം അവർക്കുള്ള സന്തോഷമായിരിക്കും. അപ്പോൾ അവർക്കറിയാം നിശ്ചയമായിട്ട്. അവരോട് ചോദിച്ചാൽ പറയും 29-ാം തീയതി ഞങ്ങളുടെ കല്യാണം നിർത്താനായിട്ട് നിശ്ചയിച്ചിട്ടാണ്. പക്ഷേ നമ്മൾ പറയുന്നതായ ഒരു വസ്തുജീവിതമായതെന്നാണ്. അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ ഇവർ രണ്ടുപേരും വേറൊരാളുമായിട്ട് വിവാദിച്ചം ചെയ്തിട്ടുണ്ട്. അതാണ് ഇന്നത്തെ വിഷയം അല്ലേ? ചെയ്തിട്ടില്ലേ? നിങ്ങൾ രണ്ടുപേരും ഒരു വിവാദം ചെയ്തിട്ടില്ലേ? ഇല്ലേ? ഉണ്ട് കേട്ടോ.
അതുകൊണ്ടാണ് നിങ്ങൾ പ്രസംഗിക്കാൻ ഞാനിവിടെ വന്നതും ഈ പാസ്പോർട്ട് സൂക്ഷിക്കുന്നതിന് കാരണം അതാണ്. വിശുദ്ധ പൗലോസ് പറയുന്നത് ക്രിസ്തു എന്ന ഏക വിഷയം നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. മാനവകുലത്തിലെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാനായിട്ട് എന്റെ നിങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു എന്റെ നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാനായിട്ട് ഗെത്സമനെ തോട്ടം മുതൽ ക്രൂശോളം കച്ച സഹിച്ച മെശിയ 5 കോടതികളായിട്ട് 6 പ്രാവശ്യം വിസ്തരിക്കപ്പെട്ട് ശീർഷ മുറുകിൻ്റെതാരിയായി പുറവിയാറുമായി ഈറപ്പെട്ടവനായി മുഖത്ത് തൊപ്പിലേക്കപ്പെട്ടവനായി കന്നത്തെ അടികൊണ്ടവനായി ഒരു മരവൃക്ഷ തോളിലെത്തിക്കൊണ്ട് യെരൂശലേമിന്റെ തെരുവിൽ കൊണ്ടുപോകുന്ന യേശുവിനെ ദൃശ്യപ്പെടാൻ കഴിയുന്നുണ്ട്. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ മനുഷ്യനുണ്ടായിരുന്നില്ല, അവനും പാപം ഉണ്ടായിരുന്നില്ല. എന്നാൽ മാനവകുലത്തിന്റെ പാപം അവന്റെ മേൽ വയ്ക്കുവാനായിട്ട് പിതാവായ ദൈവത്തിന് ഹിതം തോന്നി. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതി ജീവിക്കേണ്ടതിന് ക്രിസ്തു നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂസിനെ കരേറി അവന്റെ അടിപ്പിടാണ് എനിക്ക് നിങ്ങൾക്കും സൗഖ്യം വന്നിരിക്കുന്നു. ഇതാണ് വേദപുസ്തകത്തിലെ ബേസിക് ഉപദേശം. ഇതൊരു നീണ്ടായ കല്യാണമാണ്. കല്യാണം വരാൻ പോകുന്നേ ഉള്ളൂ. അതിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ കുഞ്ഞാടിന്റെ കല്യാണം എന്നല്ലോ കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. സഭയെ മണവാട്ടിയായിട്ടാണ് ചിത്രീകരിക്കുന്നത്. എന്റെ നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ക്രൂശിൽ യാഗമാറ്റുന്ന യേശു കർത്താവിന്റെ ചോരയാൽ വിശുദ്ധീകരണം പ്രാപിച്ചതായ, വീണ്ടും ജന്മം പ്രാപിച്ചതായ, രക്ഷിക്കപ്പെട്ടതായ തന്റെ സഭയെ ചേർക്കുവാനായിട്ട് യേശു വരാൻ പോകുന്നു. സ്തോത്രം. 29-ാം തീയതിക്ക് മുമ്പായിട്ടാണ് യേശു വരുന്നവരിൽ ഈ കല്യാണം നടക്കുകയല്ല. സ്തോത്രം. അതുകൊണ്ടാണ് ഞങ്ങൾ ദൈവീകം പറയുന്നതിന്റെ കാരണം അതാണ്. കാരണം ഈ മക്കൾ ക്രിസ്തുവാകുന്ന ഏക പുരുഷനെ വിവാഹം ചെയ്തവരാണ്. ആ മണവാളിന് വേണ്ടിയാണ് നാം കാത്തിരിക്കുന്നത്. ഇന്നവർക്കാർ ഓർത്തുകൊള്ളുക, ആ മണവാളിന് വേണ്ടി കാത്തിരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വിവാഹ നിശ്ചയത്തോടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ പരമയാകാൻ നിങ്ങളെ സ്നേഹിച്ചതായ തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നൈശ്വര്യം പ്രാപിക്കുന്നതിന് ദൈവം നിർബന്ധം കൊണ്ട് ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. പിതാവായ ദൈവം എന്നെ നിങ്ങളെ സ്നേഹിച്ചപ്പോൾ നമുക്ക് തരുവാനായിട്ട്, നമുക്ക് വേണ്ടി പ്രസന്റായിട്ട് തരുവാനായിട്ട് ഒറ്റ പുത്രൻ ഉണ്ടായിരുന്നുള്ളൂ. ആ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ആ പുത്രനായ യേശു നമുക്ക് വേണ്ടി ഏലി ഏലി ലമാ ശബ്ദത്തിൽ നിന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് പ്രാണനെ പിതാവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു. നമുക്ക് വേണ്ടി യാഗങ്ങളുടെ പൊരുളായിട്ട് മുടിയാഗമായി അർപ്പിക്കപ്പെട്ടു. ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. പാപികളായ എനിക്ക് നിങ്ങൾക്കും യഥാർത്ഥമായി സന്തോഷം ലഭിച്ചു. നിത്യ നരകത്തിന് വിധിക്കപ്പെട്ടതായ എന്നെ നിങ്ങളുടെ അതിൽ നിന്ന് വിടുവിപ്പാനായിട്ട് ഏകമാർഗം യേശു ക്രിസ്തുവിൽ മാത്രമായിരുന്നു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളെ തരുവാൻ അവന് അധികാരം കൊടുത്തു. സ്തോത്രം. മറ്റൊരു രക്ഷിക്കാൻ നാം രക്ഷിക്കപ്പെടുവാൻ ആകാശങ്ങളിൽ മനുഷ്യരിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നുള്ള വിശ്വാസം എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമാകുന്നു. ആ യേശു കർത്താവിന്റെ സഭയെ ചേർക്കാൻ വരാൻ പോവുകയാണ്. നിങ്ങളുടെ ആരെങ്കിലും നിരാശരാണെങ്കിൽ, ദുഃഖിതരാണെങ്കിൽ, ആശ്വാസമില്ലാത്തവരാണെങ്കിൽ, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പ്രത്യാശയില്ലാത്തവരാണെങ്കിൽ ഭാരപ്പെടേണ്ട. യേശു ഇന്നിവിടെയുണ്ട്. സ്വന്തം യേശുവിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. ഇവിടെ നാം വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ എപ്പോൾ നാം ഇനി കാണുമെന്ന് അറിഞ്ഞുകൊണ്ടാണ്. എന്റെ ഒരു കാര്യം ഓർത്തുകൂടെ, നാം എല്ലാവരും കാണേണ്ട ഇവിടെ എവിടെയാന്ന് വെച്ചാൽ യേശു വേഗത്തിൽ വരുമ്പോൾ നാം എല്ലാവരും അവിടെ കാണും. സ്വന്തം ആയതുകൊണ്ട് ആരെങ്കിലും യേശു ക്രിസ്തുമായി ബന്ധമില്ലാത്ത പാപജീവിതം നയിക്കുന്ന, ജീവിതത്തിൽ നിരാശയായിരിക്കുന്നവരാണെന്നവരിൽ യേശു കർത്താവിനെ സ്നേഹിക്കുന്നവരാണ്, പാപത്തെ വെറുക്കുന്നവരാണ്, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുതയാണ്. വിവാഹത്തെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ബൈബിളില് വളരെ വ്യക്തമായിട്ടുള്ള രേഖകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അത് എഫെസ്യലേഖനത്തിലെ ഒരു ഭാഗം ഒന്ന് വായിപ്പാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. എഫെസ്യലേഖനം 5-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങൾ, 32 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അത് നിമിത്തം മനുഷ്യൻ അപ്പനെ അമ്മയും വിട്ട് ഭാര്യയോട് മറ്റു ചെയ്തും ഇരുവരും ഒരു ദേഹമായിട്ടും ഈ മർമ്മം വരെയതേ ഞാൻ ക്രിസ്തുവിനെ സഭയെ ഉദ്ദേശത്തിൽ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താൻ തന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ 2 വാക്യത്തിൽ പറയുന്നത്. 31-32 വാക്യങ്ങൾ. മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഇതൊരു മർമ്മമാണ്. ഇത് ക്രിസ്തുവിനെ സഭയെ ഉദ്ദേശത്തിൽ പറയുന്നത്. അത് ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, ഭാര്യ ഭർത്താവിനെ
ഭയപ്പെടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അപ്പൻ, അമ്മ, മക്കൾ, ദൈവസഭ, ഭാര്യാഭർത്തൃ ജീവിതം, ഇതിനെക്കുറിച്ച് ഈ 2 വാക്യങ്ങൾ വളരെ ആഴമായിട്ടുള്ള വിഷയങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വേദിയിലിരിക്കുന്ന സദസ്സിലും ഇരിക്കുന്ന ദേവദാസന്മാർ, ഇന്ന് എൻഗേജ്മെൻറ്റ് നടന്ന ഫേവ മോളൊക്കെ എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് ഞാൻ അറിയില്ല. ഇത്തിരി കൊച്ചായിരുന്നു. സ്റ്റെർലിൻ മോൻ 2 പേർക്കും ആദ്യം തന്നെ ആശംസകൾ അറിയിക്കുന്നു. അതുപോലെ എൻ്റെ കുടുംബത്തിനും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആശംസകൾ അറിയിക്കുന്നു. 29-ാം തീയതി നടക്കുന്ന വിവാഹം എത്രയും മംഗളകരമായി നടക്കട്ടെ എന്ന ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. 2006 മിലിറ്ററി ജോലി സംബന്ധിച്ച് ഞാനും വൈഫും ശ്രീനഗറിൽ നിന്ന് വന്ന് ഇറങ്ങിയപ്പോൾ ആ ആദ്യത്തെ ആഴ്ച തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് ബിനോയ് പാസ്റ്റർ അറിയപ്പെടാവുന്നൊരു ദൈവഭാഗ്യം. അത് കഴിഞ്ഞ് 4 വർഷത്തോളം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഞാനത് ഓർത്തു പോവുമായിരുന്നു അവിടെ ഇരിക്കുമ്പോൾ. ഒരു ചെറിയ, അന്ന് തെലങ്കാന ആയിട്ടില്ല, അന്ന് ഹൈദരാബാദാണ്, ചെറിയൊരു സ്കൂളിൽ വളരെ ചെറിയൊരു ക്ലാസ് മുറിയിൽ ഞങ്ങളൊരു 10-40 പേര് കൂടുകയും ഈ കൊച്ചുങ്ങളൊക്കെയാണ് പാട്ട് പാടുകയും അതിന് ഈ പിള്ളേർക്ക് ക്വിസ് പ്രോഗ്രാം നടത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതൊക്കെ പലപ്പോഴും ഞാനൊക്കെ നടത്തി. കാരണം എനിക്ക് ദൈവവചനത്തെ കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാന്നൊക്കെ പറഞ്ഞ് പിള്ളേരോട് ചോദിക്കും. അത് പിള്ളേർ ഉത്തരം പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. എനിക്ക് വേണ്ടി മാത്രം എനിക്ക് ഇരിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നുകൊണ്ട് പാസ്റ്റർ ഇവിടെ നിന്ന് ഒരു ബെഞ്ചോ സ്റ്റൂളോ ഒക്കെ എപ്പോഴും സംഘടിപ്പിച്ച് തരും. ആ നല്ല നാളുകളൊക്കെ ഞാൻ അവിടെ ഇരുന്ന് ഓർക്കുകയായിരുന്നു. ഇത്രയും നല്ല ഒരു 4 വർഷത്തോളം മുടങ്ങാതെ ഞായറാഴ്ചകളിൽ അവിടെ ചെല്ലുകയും അതുപോലെ പാസ്റ്റർ എത്രയോ പ്രാവശ്യം എൻ്റെ വീട്ടിലും എൻ്റെ ഓഫീസിലും വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞങ്ങൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്ത ദൈവവചനങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കാര്യം എന്നെ പിന്നീടുള്ള പല കാര്യത്തിലും ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അതിനൊക്കെയുള്ളൊരു നന്ദി പറയാനുള്ളൊരു അവസരം ദൈവത്തിനും ബിനോയ് പാസ്റ്റർക്കും കുടുംബത്തിനും ബിന്ദു സഹോദരിക്കും എല്ലാവർക്കും ഞാൻ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ പാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ട് ഈ ഫാദർ ഇൻ ലോ, മദർ ഇൻ ലോ എന്ന് പറയുന്ന 2 വാക്ക്, അതിന് യാതൊരു വലിയ അർത്ഥമൊന്നുമില്ല. ഇത് 2 പേരും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പാസ്റ്റർ പറഞ്ഞത് വളരെ ശരിയാണ്. 2ഉം ഫാദർ തന്നെയാണ്, 2ഉം മദർ തന്നെ. എന്തിനാണ് ഈ ഇൻ ലോ എന്നൊരു വാക്കതിൽ വെച്ചിരിക്കുന്നതെന്ന് അതെന്തായാലും വിശ്വാസികൾക്ക് പറഞ്ഞിട്ടില്ല. നമുക്ക് 2 ഫാദർ 2 മദർ, ഇൻ ലോ വേണ്ട. നിയമപ്രകാരം 2 പേരും ആണെങ്കിലും അല്ലെങ്കിലും പിന്നെ ആ അപ്പച്ചന് എന്തായാലും ഉണ്ടല്ലോ. അതൊന്ന്. ഞാൻ ഒരൊറ്റ കാര്യം മാത്രം, ദൈവവചനത്തിൽ നിന്നൊന്നും പ്രസംഗിക്കാനല്ല, ഇന്ന് കുഞ്ഞുങ്ങളുടെ മനസ്സിലുള്ള സന്തോഷം എന്നും നിലനിൽക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇനി മുതൽ നിങ്ങളുടെ 2 പേരുടെയും ഡയറക്ഷൻ ജീവിതത്തിൽ ഒന്ന് തന്നെയായിരിക്കും. അപ്പം അതുകൊണ്ട് വഴിതെറ്റി പോകുന്ന പ്രശ്നമേ ഉദിക്കാൻ പാടില്ല. എന്നാൽ ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എതിരും കുതിരും നിൽക്കുന്ന ചില അവസരങ്ങൾ വന്നിരിക്കും. അതിന് മലയാളത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല, തമിഴിലൊരു ചൊല്ലുണ്ട്, നല്ലവനക്കും 3 വഴി, നല്ലവനക്കും കെട്ടവനക്കും 2 വഴി. അല്ല, നല്ലവനക്കും 1 വഴി, നല്ലവനും കെട്ടവനക്ക് 2 വഴി, കെട്ടവനക്ക് 1 വഴി എന്ന് പറയാം. അതെന്ന് വെച്ചാൽ അങ്ങനെ വരുമ്പോൾ 2 പേരും നല്ലവരാണെങ്കിൽ ഇയാൾ ഇടത്തോട്ട് മാറിയെന്ന് അയാൾ പൊക്കോട്ടെ എന്ന് വിചാരിക്കും, അയാൾ വലത്തോട്ട് മാറിയിട്ട് ഇയാൾ പൊക്കോട്ടെ എന്ന് വിചാരിക്കും, ഒറിജിനൽ വഴി കാലിയായിട്ട് കിടക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ വരുമ്പോൾ എഗെയിൻ പാസ്റ്റർ പറഞ്ഞ പോലെ ഒരു വിട്ടുവീഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ആ 3 വഴിയും എന്നും തുറന്നിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എൻഗേജ്മെൻറ്റ് നടന്ന കുട്ടികൾക്കും 2 കുടുംബങ്ങൾക്കും എല്ലാ ആശംസകളും ഭാവുകങ്ങളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇതുവരെ വരാൻ സാധിച്ചു. 2006 കണ്ടിട്ടുള്ള കൊച്ചിൻ്റെ വിവാഹം 18 കൊല്ലം കഴിഞ്ഞ് അന്നൊക്കെ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് അറിയില്ല. അപ്പോൾ എനിക്കും ആരോഗ്യവും ആയുസ്സും തന്ന ദൈവത്തിന് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. എല്ലാവർക്കും ദൈവത്തിൻ്റെ നാമത്തിൽ നന്ദി അറിയിച്ചു നിർത്തട്ടെ. വാത്സല്യ കുഞ്ഞുങ്ങളുടെ എൻഗേജ്മെൻറ്റിനുള്ള ബന്ധത്തിൽ എനിക്കും തൃശ്ശൂരിൽ നിന്ന് വന്ന് സംബന്ധിക്കാൻ ഒരു അവസരം, എൻ്റെ കുടുംബമായി ദൈവ അവസരം തന്നോർത്ത കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ബിനോയ് പാസ്റ്റർ കുടുംബമായി അവരുടെ ഭവനക്കാരുമായി വർഷങ്ങളായിട്ടുള്ള ആത്മീക ബന്ധം കർത്താവിലേക്ക് തന്നു. പ്രത്യേകിച്ച് തെലുങ്കാനയിൽ കർത്താവിൻ്റെ ദാസൻ കുടുംബമായി കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഏതാനും ചില മാസങ്ങൾക്ക് മുമ്പ് അവരോട് ഒരുമിച്ചൊരു കൂട്ടായ്മ ദൈവം നൽകി. സാധാരണ
കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പഠിക്കുന്ന ജീവിക്കുന്ന ദൈവദാസന്മാരുടെ തലമുറകൾ മാതൃകയില്ലാത്ത ഒരു ജീവിതമാണ് നയിച്ചു നടക്കുന്നത്. പക്ഷേ ബിനോയ് പാസ്റ്ററുടെ തലമുറകളെ കുറിച്ച്, ഫേബ മോളെ കുറിച്ച് മാത്രമല്ല, എല്ലാ കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ വലിയ പ്രത്യാശയുണ്ട്. തികച്ചും ദൈവസഭയ്ക്കും കുടുംബങ്ങൾക്കും കർത്താവിൻ്റെ വേലയ്ക്കും അവരെന്ന് മുതൽക്കൂട്ടായി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ എൻഗേജ്മെൻറ്റിൽ വന്ന് സംബന്ധിക്കാൻ ഇടയാക്കി. കർത്താവിൻ്റെ ദാസൻ ബാബു പാസ്റ്റർ ഓർമ്മപ്പെടുത്തിയതുപോലെ സഖരിയാവ് സമയത്തിനെ കുറിച്ച് പറഞ്ഞൊരു വാചകം ബൈബിളിൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. അവർ ദൈവത്തിൻ്റെ സകല കൽപ്പനകളിലും സകല ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി ഇരുന്നു എന്നുള്ളൊരു വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. 29-ാം തീയതി വിവാഹം നടക്കപ്പെടുന്ന പ്രിയ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ മുൻപോട്ടുള്ള കാലഘട്ടത്തിൽ അവരിരുവരും ദൈവസന്നിധിയിൽ കുറ്റമില്ലാത്തവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും മാതൃകയുള്ളവരായ ക്രിസ്തീയ ജീവിതം നയിച്ച് അതിനേക്കാൾ അപ്പുറമായൊരു മിഷണറി കുടുംബമായി മാറട്ടെ എന്നുള്ള പ്രത്യാശയോടെ എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് കുത്തുടുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മുടെ പ്രിയ മക്കൾ ഫെബ്രുവരിയുടെയും സ്റ്റെലിൻ്റെയും വിവാഹ നിശ്ചയം ഏറ്റവും അനുഗ്രഹമായി നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന സാഹചര്യത്തെ ഓർത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഈ ശുശ്രൂഷയ്ക്ക് അധ്യക്ഷത വഹിക്കുന്ന സെൻട്രൽ മിനിസ്റ്റർ ഓഫ് ഷാരോൺ ഫിലോപ്പ് ചർച്ച് പാസ്റ്റർ തോമസ് ചാക്കോയ്ക്ക് ഞങ്ങൾ നന്ദിയെ അറിയിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് മുഖ്യ സന്ദേശം അറിയിച്ച ഷാരോൺ ഫിലോപ്പ് ചർച്ചിൻ്റെ പ്രസിഡന്റ് പാസ്റ്റർ എബ്രഹാം ജോസഫിനോടുള്ള നന്ദിയെ ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന എല്ലാ കർത്തൃബുദ്ധന്മാർക്കും, അതുപോലെ സദസ്സിലിരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ ദേവദാസന്മാർക്കും, ഈ വിഭാഗത്തിൽ നിന്ന് കടന്നു വന്ന എല്ലാ ബന്ധുമിത്രാദികളും ചർച്ചക്കാർക്കും, ഇവിടെ കടന്നു വന്ന് അനുഗ്രഹിക്കുവാൻ കടന്നു വന്ന എല്ലാവരോടുമുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വിശേഷാലി ശുശ്രൂഷയ്ക്ക് അനുഗ്രഹീതമായ ഗാനങ്ങൾ പാടി നമ്മെ ഹല്ലേലൂയ സ്തോത്രം ഏഴംകുളം ജെറുസലേം ചർച്ച് ടീമിനെ നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. ദൈവം ധാരാളമായി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഓഡിറ്റോറിയം മനോഹരമായി ഡെക്കറേഷൻ ചെയ്ത ടീമിനെ ഓർത്തുകൊണ്ട് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. ഈ നല്ല ഫുഡ് പ്രിപ്പറേഷൻ ചെയ്ത കാറ്ററിംഗ് ടീമിനെ നന്ദി അറിയിക്കുന്നു. ഈ ഓഡിറ്റോറിയം നമുക്ക് തന്ന ഇവിടുത്തെ മാനേജ്മെൻറ്റിനോടുള്ള നന്ദി ഈ സമയത്ത് ഞങ്ങൾ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നിത്യനുമായ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്ന അപ്പ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളാകുന്ന സ്റ്റെർലിന്റെയും ഫാമിലിയുടെയും വിവാഹ നിശ്ചയം കർത്താവേ ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുവാൻ എൻ്റെ ദൈവം, വലിയവനായ ദൈവം, സർവശക്തനായ ദൈവം ഇന്ന് കൃപ ചെയ്തോർത്ത് ഞങ്ങൾ അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്ന അപ്പ. മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു ഗുണയെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അറിയിച്ചതായ കർത്താവ് സ്റ്റെർലിന് വേണ്ടി തക്കതായ ഒരു ഗുണ ഫാമിലിയെ കർത്താവ് ഒരുക്കി ഈ വിവാഹ നിശ്ചയത്തിലേക്ക് കൊണ്ടുവന്ന അവരുടെ മഹാദൈക്യം കരുണിക്കുമാണ് ഞങ്ങൾ അങ്ങേ വാഴ്ത്തു സ്തുതിക്കുന്നപ്പ. അവിടെ ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാസ്ത്രവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ള ദൈവമായിരിക്കുക ഞങ്ങൾ അങ്ങേ വാഴ്ത്തു സ്തുതിക്കുന്നു. അവിടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, കരുണാമയനായ ദൈവം, ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നവൻ, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം, ഞങ്ങൾക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവമായിരിക്കുക ഞങ്ങൾ അങ്ങേ വാഴ്ത്തു സ്തുതിക്കുന്നപ്പ. ഇരു കുടുംബങ്ങളും നാളുകളായി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി കർത്താവെ ഇന്ന് പാർക്കാൻ ഈ വിവാഹ നിശ്ചയം നടക്കുവാൻ കർത്താവ് കൃപ ചെയ്തോർക്ക് ഞങ്ങൾ അങ്ങേ വാഴ്ത്തി സ്തുതിക്കുക. അവിടുന്ന് സർവ്വചരാചരങ്ങളുടെയും ദൈവമാണല്ലോ, സകല ജനത്തിന്റെ
ആ കുടുംബത്തെ ധാരാളമായി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ ഇവിടെ യാചിക്കുകയാണ്. ഇരു കുടുംബങ്ങൾക്കായി സ്തോത്രം, ഇരു സഭകൾക്കായി സ്തോത്രം, അവിടെ ദേവദാസന്മാർക്കായി സ്തോത്രം, അറിവുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം, മറ്റു ബന്ധുമിത്രാദികൾക്കായി സ്തോത്രം, എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം സകലത്തിലും മഹിമപ്പെടട്ടെ. അറിവുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും വാസ്തവമായി അനുഗ്രഹിച്ച് ഏറ്റുമാറിക്കണം. വിശേഷാൽ കർത്താവെ പാട്ടുപാടി ഞങ്ങളെ അനുഗ്രഹിച്ച ആ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഇവിടെ കടന്നു വന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. തുടർന്നുള്ള ശുശ്രൂഷകളെയും കർത്താവ് മാനിക്കണം. ദൈവനാമം സകലത്തിലും മഹിമപ്പെടുവാൻ ഇടയാക്കി തീർക്കണം. പ്രാർത്ഥനയാചനയും കർത്താവ് കേട്ടതിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ആലോചന ഞങ്ങൾക്ക് നൽകി തന്ന കർത്താവിനെ ശ്രേഷ്ഠദാസനായി സ്തോത്രം ചെയ്യുന്നു. ലീലയിലെ ദേവദാസനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാം ചന്ദ്രവും ഉചിതമാക്കി തീർത്ത ദൈവത്തെ പിന്നെയും ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. പ്രാർത്ഥനയാചനയും കർത്താവ് കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമായ പുണ്യനാമത്തിൽ അടികൾ യാചിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കുമാറാകണം. സ്വർഗ്ഗസ്ഥ പിതാവേ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആദ്യ അവസാനം ഭരിച്ചു നടന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മയും സംസർഗവും സഹവാസവും കാവലും പരിപാലനവും ഓർത്ത് പ്രാർത്ഥിച്ച സമസ്ത വിഷയങ്ങളും വരുന്ന 29-ാം തീയതി വിവാഹിതരാകുന്ന പ്രിയ കുഞ്ഞുങ്ങളുടെ മേൽ, അവരുടെ കുടുംബങ്ങളുടെ മേൽ, പ്രിയപ്പെട്ടവരുടെ മേൽ കർത്താവിന്റെ വരവിൽ ഉണ്ടായിരിക്കുമാറാകട്ടെ. അറിയപ്പെട്ട കുഞ്ഞാടിനെ